ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി പൊരിയലാണ്. ഇതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ളൊരു പൊരിയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാനിതുപോലെ നടുകെ ഒന്ന് കീറിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഈ ഒരു തക്കാളി പൊരിയിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം പഴുത്തത് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. സിമ്മിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഈ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഉണ്ട പച്ചമുളകാണ്. അതൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ മസാല ഒന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടി ഒന്നിട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ചേർക്കണില്ല. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കായപ്പൊടി ചേർത്തപ്പോൾ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ടാണ് കേട്ടോ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ ഈ തക്കാളി പൊരിയിൽ നന്നായിട്ട് കുറുകിയിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തക്കാളി പൊരിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കുക, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വെളുത്തുള്ളി ഇട്ടപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഈ വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ തക്കാളിപ്പൊരിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശ, ഇഡ്ഡലി, ഞാനിപ്പോൾ ഇഡ്ഡലിക്കാണ് കഴിക്കുന്നത്. ദോശ, ചപ്പാത്തി ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ഇഡ്ഡലിയുടെ കൂടെയാണിത് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ടെൻഷൻ വേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്